എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സന്തോഷ് പാപ്പച്ചൻ. കൊല്ലം ജില്ലയിൽ പുനലൂരിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ 17 വർഷം 3 രാജ്യങ്ങളിലായിട്ട് ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിച്ചത് പുനലൂരിൽ സെൻറ്റ് ഗ്രേറ്റി സ്കൂളിലാണ്. 1 മുതൽ 7 വരെ സെൻറ്റ് ഗ്രേറ്റി സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഗവൺമെൻറ് ഹൈസ്കൂളിലുമാണ്. അതിനുശേഷം പുനലൂർ SN കോളേജിൽ BCom ഡിഗ്രി എടുക്കുകയും അതിനുശേഷം എൻ്റെ അമ്മാച്ചൻ്റെ ബിസിനസ്സായി AG ആൻ്റണിയുടെ കൂടെ വർക്ക്ഷോപ്പ് രംഗത്ത് കുറേ നാൾ വർക്ക് ചെയ്യുകയും ചെയ്തു. ഫാദർ റെയിൽവേയിൽ ബോംബെയിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഇവിടെ നിന്നാലൊരു ഫ്യൂച്ചറില്ല എന്നൊരു തോന്നൽ ഫാദറിനുണ്ടാവുകയും എന്നെ വർഷങ്ങളായി ബോംബെയിൽ വന്ന് എന്തെങ്കിലും പഠിച്ച് ഗൾഫിലോ അവിടെ എന്തെങ്കിലും ജോലി സമ്പാദിക്കാൻ വേണ്ടി പറയുകയും പെട്ടെന്ന് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ഗൾഫിൽ ജോലി ചെയ്യണമെന്നുള്ള. ആ ലക്ഷ്യം വെച്ചാണ് ഞാൻ ബോംബെയിൽ പോയത്. ബോംബെയിൽ ഒരു ചെറിയ ഒരു അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുകയും വളരെ തുച്ഛമായ ശമ്പളത്തിൽ, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ, വളരെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുകയും പല ഇൻ്റർവ്യൂകളിൽ ഗൾഫിൽ പോകാനുള്ള പല ട്രാവൽസുകളിൽ പോവുകയും ഗൾഫിൽ പോകാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ട്രാവൽസ് സൗദി അറേബ്യയിൽ ഒരു സെയിൽസ്മാൻ വേക്കൻസി ആയിട്ട് എന്നെ സെലക്ട് ചെയ്യുകയും ആ സമയങ്ങളിലൊക്കെ ഞാൻ ബുധനാഴ്ച മാഹിം എന്ന് പറയുന്നൊരു മാതാവിൻ്റെ നൊവേന നടക്കുന്നൊരു ചർച്ചിൽ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ എല്ലാ ബുധനാഴ്ചയും അവിടെ പോവുകയും എന്നും ഗൾഫിൽ പോകാനുള്ള ആഗ്രഹം മാതാവിനോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഒരു അത്ഭുതമെന്ന് പറയട്ടെ, എനിക്ക് വളരെ തുച്ഛമായ ഒരു പൈസയിൽ സൗദി അറേബ്യയിൽ പോകാനായിട്ടുള്ള വിസ ലഭിക്കുകയും ഞാൻ ആദ്യമായി സൗദി അറേബ്യയിൽ പോവുകയും ചെയ്തു. അതെനിക്കൊരു അത്ഭുതം പോലാണ് എനിക്ക് വിസ ലഭിച്ചത്. വളരെ തുച്ഛമായ, അന്നത്തെ കാലത്ത് വളരെ തുച്ഛമായ രീതിയിൽ ടിക്കറ്റ് ചാർജ് മാത്രം കൊടുത്താണ് ഞാൻ ഗൾഫിൽ പോകാൻ എനിക്ക് വിസ കിട്ടിയത്. ആ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പോയ. ഞാൻ വീടുകളിൽ, അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ മൊബൈലൊന്നുമില്ല, ഞാൻ STD ബുക്ക് ചെയ്ത് വീടുകളിൽ അറിയിക്കുകയും എൻ്റെ അപ്പൂപ്പന്മാരെയൊക്കെ അറിയിക്കുകയും വളരെ സന്തോഷമായിരുന്നു. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം. അന്ന് മുതൽ എനിക്ക് മാതാവിൻ്റെ മനസ്സിലൊരു ഭക്തിയും കാര്യങ്ങളുമൊക്കെ വളരെ വർദ്ധിക്കുകയും എനിക്ക് ബോംബെയിൽ നിന്നാണ് പോകാനുള്ള ടിക്കറ്റ് ലഭിച്ചത്. ഞാൻ വളരെ സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. എന്നാലൊട്ട് ഭയവും ഉണ്ടായിരുന്നു. സൗദി അറേബ്യയിലായിരുന്നു പോയത്. വളരെ സ്ട്രിക്റ്റായെന്നുള്ള രാജ്യവും ഭയത്തോടു കൂടിയാണ് ഞാൻ സൗദി അറേബ്യയിൽ പോയത്. അന്ന് വളരെ ചെറുപ്രായമായതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ഫ്ലൈറ്റിൽ കയറുന്ന ഒരു പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷം. എങ്ങനെയാണ് ഞാൻ സൗദി അറേബ്യയിൽ ചെന്നിറങ്ങുന്നത്. അവിടെ എനിക്ക് മറക്കാനാവാത്ത ഒരു ചെറിയ സംഭവം നിങ്ങളുടെ അടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. കാര്യം, അന്നത്തെ കാലത്ത് അവിടെ ചെല്ലുമ്പോൾ വളരെ, നമ്മൾ എന്ത് കൊണ്ടുപോയാലും അവർ മൊത്തം സാധനങ്ങളും അത് അഴിച്ച്, നമ്മുടെ ലഗേജ് മൊത്തം അഴിച്ച് കംപ്ലീറ്റ് ചെക്ക് ചെയ്യുക. ഞാൻ ആദ്യമായിട്ടാണ് ഈ സൗദി അറേബ്യയിൽ പോകുന്നതിനുള്ള ഭയം ഉള്ളിൽ കിടക്കൊണ്ട് വളരെ മാതാവിനെയും വളരെ ഭയത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടിയാണ് ആ അറബ് രാജ്യത്ത് ചെന്ന് ഇറങ്ങിയത്. വളരെ നമ്മൾ ആദ്യമായി ചെല്ലുന്നതിനുള്ള വളരെ പേടി അന്നുണ്ടായിരുന്നു. അങ്ങനെ പോയി സൗദി അറേബ്യയിൽ ഇറങ്ങുമ്പോൾ അത് അന്നത്തെ കാലത്ത് നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം വളരെ ലഗേജുകളെല്ലാം ചെക്ക് ചെയ്യുമായിരുന്നു. അന്ന് നമ്മുടെ കയ്യിലുള്ള നാരങ്ങ അച്ചാറുകളെല്ലാം അവർ വലിച്ചെറിയുകയും എൻ്റെ കയ്യിൽ അന്ന് ഒരു ചെറിയ ബൈബിളും, അന്ന് വീട്ടിൽ നിന്ന് പോകാൻ നേരത്ത് എനിക്ക് തന്ന ബൈബിളും ഒരു നൊവേന പുസ്തകം ഉണ്ടായിരുന്നു. അതിലൊരു യേശുവിൻ്റെ പടവും ഉണ്ടായിരുന്നു. അവരത് ചോദിക്കുകയോ എൻ്റെ അടുത്ത്, ഇതാരോ കാറൽ മാക്സ് ആണോ എന്ന് എൻ്റെ അടുത്ത് അവരത് വലിച്ചു കീറി കളയുകയും ബൈബിൾ പിടിച്ച് മാറ്റുകയും ചെയ്തു. അതിനുശേഷം അവരെന്നെ ഒരു സൈഡിലോട്ട് മാറ്റി നിർത്തുകയും വളരെ നേരം അവിടെ നിർത്തുകയും അവർ കാര്യങ്ങൾ ചോദിക്കും. എല്ലാം അറബിയിലായിരുന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. വളരെ പേടിയോടുകൂടിയും ഞാൻ മാതാവിനെ നെഞ്ചുരുകി വിളിക്കുകയും എല്ലാം ചെയ്തു.
വളരെ വിഷമത്തോടുമാണ് ഞാൻ അന്ന് അവിടെ നിന്നും എൻ്റെ സ്പോൺസർ അന്ന് തന്നെ വരാൻ തന്നെ ഒരു 3-4 മണിക്കൂർ എടുക്കുകയും അതിനുശേഷമാണ് സ്പോൺസർ അവിടെ വരികയും വളരെ ഭയത്തോടു കൂടിയാണ് ആ രാജ്യത്ത് ഞാൻ ചെന്നിറങ്ങുകയൊക്കെ ചെയ്തത്. അപ്പോഴെല്ലാം എൻ്റെ പ്രാർത്ഥനയും എല്ലാം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ മാതാവിനെ വിളിക്കുകയും ചെയ്തിരുന്നു. സ്പോൺസറിൻ്റെ ഒരു അസിസ്റ്റൻ്റാണ് ഞങ്ങളെ കളക്ട് ചെയ്യാനായിട്ട് അവിടെ വന്നത്. എൻ്റെ കൂടെ ഒരു ഹൈദരാബാദുകാരനും ഒരു ബോംബെക്കാരനും മഹാരാഷ്ട്രക്കാരനും കൂടെ ഉണ്ടായിരുന്നു. അവർ രണ്ടും അന്യഭാഷക്കാരായിരുന്നു. അവർ 3 പേരും കൂടെയാണ് ഞങ്ങളുടെ കമ്പനിയിലേക്ക് കൊണ്ടുപോയി. വളരെ അന്നൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ പോകുമ്പോഴും. അപ്പം ഒന്നാമത് ഉള്ളിൽ ഇവരുടെ നമ്മൾ എയർപോർട്ടിൽ 2 മണിക്കൂർ നിർത്തിയതിൻ്റെ പേടിയും ഭയവും എല്ലാം ആയിട്ടായിരുന്നു ഇരുന്നത്. ഞാൻ ജോലി ചെയ്യാൻ പോയ കമ്പനി ഒരു ബർഗർ കമ്പനിയാണ്. അന്നത്തെ കാലത്ത് ബർഗർ ഉണ്ടാക്കുകയും ബീഫിൻ്റെ ഒക്കെ സെയിൽസ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ സെയിൽസ്മാനായിട്ടാണ് പോവുകയൊക്കെ ചെയ്തത്. എൻ്റെ കയ്യിൽ അന്ന് എനിക്ക് ഇന്ത്യൻ ലൈസൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെയ്യുകയും ഞങ്ങൾ 3 പേരിൽ എനിക്ക് മാത്രമേ ഇന്ത്യൻ ലൈസൻസ് ഉള്ളായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്നു. എല്ലാം അന്നത്തെ എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഓരോ സൗദി അറേബ്യയിലെ നിയമങ്ങളും പേടിയൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് വളരെ ഭയത്തോടു കൂടിയാണ് അന്ന് ഞാൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്യുകയും ഞാൻ ചെന്നതിൻ്റെ പിറ്റേന്ന് ഞങ്ങളെ 3 പേരെയും ഞങ്ങളെ സ്പോൺസർ വിളിക്കുകയും ഞങ്ങളുടെ ബയോഡേറ്റയും കാര്യങ്ങളൊക്കെ തിരക്കുകയും ഇന്ത്യയിൽ എന്തൊക്കെ ചെയ്തിരുന്നു എന്ന് തിരക്കുകയും എല്ലാം ചെയ്തതിന് ശേഷം അവർ ഞങ്ങളുടെ ഇന്ത്യൻ ലൈസൻസ് ചോദിച്ചു. എൻ്റെ കൂടെ ഉള്ളവർ 2 പേരും ലൈസൻസ് എടുക്കുകയും ഞാൻ ലൈസൻസ് ഉണ്ടായിട്ടും അത് കൊടുക്കാതിരിക്കുകയും ചെയ്തു. കാരണം എന്തെന്നാൽ അവിടുത്തെ വാഹനങ്ങളുടെ സ്പീഡും ഇതുമെല്ലാം കണ്ടപ്പോൾ എനിക്കുള്ള ഉള്ളിൽ ഭയം തോന്നി. എനിക്കത് പെട്ടെന്ന് ഉടൻ ലൈസൻസിന് എടുക്കാനുള്ളൊരു ധൈര്യമില്ലായിരുന്നു. അപ്പോൾ ജിറോക്സ് എടുക്കുന്ന ഒരു ബംഗാളി സ്റ്റാഫ് എന്നെ വിളിച്ചു പറയുകയും ചെയ്തു, നിനക്ക് ലൈസൻസ് എടുത്ത് കിട്ടിയാൽ മാത്രമേ ഈ കമ്പനിയിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാവുകയും സെയിൽസിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുകയും ചെയ്യുള്ളൂ. നീ എന്തുകൊണ്ട് നിൻ്റെ ബയോഡേറ്റയ്ക്ക് ലൈസൻസ് ഉണ്ടാകും. അതിനുശേഷമാണ് ഞാൻ ആ ലൈസൻസ്. അപ്പോൾ എൻ്റെ സ്പോൺസർ വളരെ ദേഷ്യപ്പെടുകയും ചെയ്തു. നീ എന്തുകൊണ്ട് ലൈസൻസ് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഭാഷ എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഞങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ ഞങ്ങളെ 3 പേരെയും ടെസ്റ്റിന് കൊണ്ടുപോവുകയും നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ ടെസ്റ്റ് പോലെ അല്ലാണ്. അവിടെ വളരെ സ്ട്രിക്റ്റാണ്. ഒരു ഗ്രൗണ്ടിൽ 10, 100, 150 വാഹനങ്ങൾ വരിവരിയായി നിർത്തുകയും ഒരു 3-4 പാർക്കിംഗ് സ്റ്റോപ്പുകളുണ്ട്. നമ്മളത് റിവേഴ്സ് എടുത്ത് അതിനകത്ത് വളച്ച് ആ വണ്ടിയിൽ കറക്റ്റായിട്ട് കയറ്റി ഇടുകയും ചെയ്യണം. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേസമയം എൻ്റെ ഒരു ഇളയ അനിയൻ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നേക്കാൾ മുമ്പേ അവൻ സൗദി അറേബ്യയിൽ പോയാണ്. ഞാൻ അവനുമായിട്ട് ബന്ധപ്പെട്ട് അവന് ആൾറെഡി ലൈസൻസ് ഉണ്ട്. അവനത് എൻ്റെ കാര്യങ്ങളെല്ലാം ഫോണിൽ കൂടെ പറഞ്ഞു തരികയും അങ്ങനെ വളരെ അറേഞ്ച്ഡായിട്ടാണ് ഞാൻ പോവുകയൊക്കെ ചെയ്തത്. ഇത് വളരെ ബുദ്ധിമുട്ടാണ് അവിടുത്തെ ലൈസൻസ് എടുക്കുന്നത്. അങ്ങനെ എന്തോ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, എനിക്ക് ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ ലൈസൻസ് കിട്ടുകയും എൻ്റെ കൂടെ വന്നവർക്ക് ലൈസൻസ് കിട്ടില്ല. അന്നാണ് ഞാൻ ഈ സൗദി അറേബ്യയുടെ ലൈസൻസ് തന്നെ വേണ്ടത്. ഞാൻ തിരിച്ച് കമ്പനിയിൽ വന്നുകയും അവരെല്ലാവരും ഭയങ്കര അത്ഭുതത്തോടെ എന്നെ നോക്കുകയും, ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഒരു IAS കിട്ടുന്നതിൻ്റെ ഒരു ക്രെഡിറ്റാണ് അവിടെ സൗദിയിൽ അന്നത്തെ കാലത്ത് ലൈസൻസ് കിട്ടുന്നത്. അത്രയ്ക്കും സ്ട്രിക്റ്റാണ് അവിടെ ലൈസൻസ് കിട്ടാൻ. ഞാനിത് പല സുഹൃത്തുക്കളെയും വിളിച്ചു പറയുകയും കമ്പനിയിലെ സ്പോൺസർ വരികയും എനിക്ക് ഷേക്ക് ഹാൻഡ് തരികയൊക്കെ എല്ലാം ചെയ്തു. വളരെ സന്തോഷമാണ്. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് എൻ്റെ അച്ഛനമ്മമാരുടെയും എൻ്റെ സുഹൃത്തുക്കളുടെയും എല്ലാം പ്രാർത്ഥന കൊണ്ടായിരിക്കണം എനിക്ക് ആദ്യത്തെ ചാൻസിൽ തന്നെ ലൈസൻസ് കിട്ടി. അതിനുശേഷമാണ് അവർ കമ്പനി എനിക്ക് വണ്ടി തരികയും സെയിൽസിലോട്ട് ബർഗർ സെയിൽസിലോട്ട് ഞാൻ ഇറങ്ങുകയും ലൈസൻസ് കിട്ടി. ആദ്യമായി വാഹനം ഓടിക്കുമ്പോൾ വളരെ ഭയമായിരുന്നു. ഞാൻ എൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ഒരു കൊന്ത, ഇന്നത്തെ പോലെ നമ്മൾ കാറിൽ ഇടുന്ന പോലെ കൊന്ത എൻ്റെ വണ്ടിയിൽ തൂക്കുകയും എപ്പോഴും അതിൽ തൊഴുതിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുകയൊക്കെ ചെയ്യുന്നത്. വളരെ ഭയത്തോടു കൂടിയാണ് അന്ന് വണ്ടി ഓടിച്ചത്. നിസ്സാർ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതുമായിട്ടെല്ലാം സെറ്റാവുകയും സെയിൽസിലും കാര്യങ്ങളെല്ലാം നല്ല ഇമ്പ്രൂവ്മെൻറ്റും എൻ്റെ ദൈവത്തോടുള്ള വിളി കൊണ്ടായിരിക്കണം ഇതെല്ലാം ഇത്ര പെട്ടെന്നും സ്മൂത്തുമായിട്ട് നടന്നത്. ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഇടയ്ക്ക് ഒരുപാട്
വിഷമമുള്ള അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വിഷമങ്ങൾ. അന്ന് എൻ്റെ കമ്പനിയിൽ കൂടുതൽ പേരും ഈജിപ്ഷ്യൻസായിരുന്നു. ഈജിപ്ഷ്യൻകാർക്ക് ഇന്ത്യക്കാരെ അക്കൗണ്ട് സെക്ഷൻ മൊത്തം കൈകാര്യം ചെയ്ത് ഈജിപ്ഷ്യനാണ്. അവർ നമ്മൾ കൊടുക്കുന്ന കണക്കുകളെല്ലാം കറക്റ്റായിട്ട് നോക്കുകയോ എന്നും അവരുമായിട്ട് ബഹളവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു എന്നും. അതുപോലെ തന്നെ കണക്കുകൾ തീർത്താൽ അവർ കറക്റ്റായിട്ട് കൊണ്ടു കൊടുത്താലും നമ്മളെ അവർ ഷൗട്ട് ചെയ്യുകയും അവർക്ക് നമ്മളോട് വളരെ അവജ്ഞയോടുകൂടിയാണ് നമ്മളെ അവർ കണ്ടിരുന്നത്. ഞങ്ങളുടെ ജോലിയിൽ നിന്ന് അവിടെയുള്ള വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ കയ്യിൽ രാവിലെ സാധനം കൊണ്ടുവെക്കുകയും അതിനുശേഷം കളക്ഷൻ എടുക്കുകയും ആ കളക്ഷൻ കൊണ്ടുവന്ന് കളക്ഷൻ എല്ലാം നോക്കുന്നത് ഈജിപ്ഷ്യനാണ്. നമ്മൾ ഈ കണക്കുകളെല്ലാം കറക്റ്റായിട്ട് കൊണ്ടുവന്ന് എത്ര കറക്റ്റായിട്ട് കൊണ്ടുവന്നാലും അവരിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് നമ്മളെ വളരെ ഷൗട്ട് ചെയ്യുകയും അവർ ഒജ്ഞയോടുകൂടി അവരെ മാറ്റി നിർത്തും. വളരെ ബുദ്ധിമുട്ടുകളാണ് ആ കമ്പനിയിൽ അന്നത്തെ കാലത്ത് അനുഭവപ്പെട്ടത്. വളരെ വിഷമത്തിലാണ് പല രാത്രികളിലും നമ്മൾക്ക് ഉറക്കം പോലും വരാത്ത രാത്രികളാണ് അന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്തെ പോലെ അന്ന് സ്റ്റോക്ക് എടുക്കുന്ന കമ്പ്യൂട്ടറിലോ ഒന്നുമല്ല. അന്ന് എല്ലാം സാധനങ്ങൾ ഗോഡൗണിൽ നിന്ന് വരികയും അത് നമ്മൾ പേപ്പറിൽ എഴുതി ബില്ല് ചെയ്തിട്ട് ശേഷമാണ് എടുത്തുകൊണ്ട് പോകുന്നത്. എങ്ങനെ പോയാലും അത് തിരിച്ച് റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ എത്ര കറക്റ്റായി കൊണ്ടുവന്നാലും ഗോഡൗണിൽ വരുന്ന ഷോർട്ടേജ് മൊത്തവും ഈ സെയിൽസ്മാരായ ഞങ്ങളുടെ പലരുടെ മേളിലും അത് അടിച്ചേൽപ്പിക്കുകയും അതിൻ്റെ പൈസകളൊക്കെ നമ്മളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. വളരെ വിഷമത്തിലുമാണ് അന്നത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അന്നേരം എല്ലാം നമ്മുടെ ഈ പ്രാർത്ഥനയും ദൈവത്തോടുള്ള വിളിയുമാണ് നമ്മളെ ഒരു ധൈര്യമൊക്കെ തന്ന് ആ കമ്പനിയിൽ പിടിച്ചു നിർത്തുവാൻ തോന്നിയത്. എനിക്ക് സൗദി അറേബ്യയിൽ വെച്ചൊരു വലിയ അനുഭവമാണ്. ഞാൻ ഒരു ദിവസം എൻ്റെ വാഹനത്തിൽ ലോഡുമായി ഒരു ഫ്ലൈ ഓവറിൽ കൂടി പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട് ടയർ പഞ്ചറാവുകയും ഫ്ലൈ ഓവറിൻ്റെ നടുക്ക് വണ്ടി നിൽക്കുകയും ചെയ്തു. അപ്പോൾ വളരെ പേടിച്ചും ഭയത്തോടു കൂടിയാണ് വണ്ടി അവിടെ നിന്ന്. ഒരുപാട് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതേസമയം പെട്ടെന്ന് മെസ്സേജ് ആരോ കൊടുക്കുകയും പെട്ടെന്ന് തന്നെ അവിടെ പോലീസ് എത്തുകയും നമ്മൾ ഇവിടെയൊക്കെയാണ് പോലീസിനെ കാണുമ്പോൾ നമുക്ക് ഭയമാണ്. നമുക്കറിഞ്ഞുകൂടാ പോലീസ് വന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മളെ വഴക്ക് പറയുമോ അല്ലെങ്കിൽ എന്താ ടയർ പൊട്ടി, അതിനൊക്കെ പറ്റി ഭയത്തോടു കൂടിയാണ് ഇരുന്നത്. ആ പോലീസ് വാഹനം അടുത്ത് വരികയും അത് കഠിനമായ വെയിലുള്ള സമയത്താണ്, ഫ്ലൈ ഓവറാണ്, നല്ല ചൂടും വളരെ വിഷമിച്ച് പേടിച്ച് നിൽക്കുന്ന സമയത്താണ് പോലീസ് സൈറണും മുഴക്കി വളരെ സ്പീഡിൽ വരികയും എനിക്ക് വളരെ പേടിയായി. പോലീസ് ഒക്കെ വരുന്നത് എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്, ടയർ പഞ്ചറായ റോഡിൽ ബാക്കി വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കിയതിന് ഫൈൻ അടിക്കുമോ, വളരെ പേടിച്ച് നിൽക്കുന്ന സമയത്താണ്. ഇന്നത്തെ പോലെ അത്രമാത്രം അറബി ഒന്നും ആകപ്പാടെ ബോംബെയിൽ നിന്ന് കുറച്ച് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഹിന്ദി കുറച്ച് പറഞ്ഞാണ് അവിടെ പിടിച്ച് നിൽക്കുന്നത്. അവർക്ക് മറ്റു ഭാഷകളൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. അങ്ങനെ എൻ്റെ ഭയന്ന് നിൽക്കുന്നത് കണ്ട് പോലീസുകാരെന്നെ വന്ന് ഒരു കുപ്പി തണുത്ത വെള്ളം എൻ്റെ കയ്യിൽ തരുകയും അവരുടെ വാഹനത്തിൽ എന്നെ കൊണ്ടിരുത്തുകയും ആ പോലീസ് ഇറങ്ങി എൻ്റെ ടയറെല്ലാം മാറ്റി എല്ലാം റെഡിയാക്കി അത് വണ്ടി ശരിയാക്കിയതിന് ശേഷം ആ ഫ്ലൈ ഓവറിൻ്റെ താഴെ കൊണ്ടുവന്നിട്ട് എന്നെ വാഹനത്തിൽ കയറി ഷേക്കാൻഡിൽ നിന്ന് പറഞ്ഞു വിടുന്നത്. അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ വയ്യാത്ത ഒരു അനുഭവമാണ്. അവിടെ എന്തുമാത്രം സർവീസിംഗ് ആണ് അവിടുത്തെ പോലീസുകാർ നമ്മളോട് ചെയ്യുന്നത്. എനിക്ക് വളരെ അത്ഭുതമാണ് തോന്നിയത്. സൗദി അറേബ്യയിലെ ഒരു വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ നമുക്ക് ഞായറാഴ്ച ഒരു പള്ളിയോ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരു സൗകര്യങ്ങളും നമുക്കവിടെ ഇല്ല. നമ്മൾ കൊച്ചിലെ മുതലേ നമ്മൾ ഈ പള്ളിയും പരിസരവുമായിട്ട് വളർന്നതുകൊണ്ട് കന്യാസ്ത്രീമാരും അച്ഛന്മാരും ഇടയിൽ നമ്മൾ താമസിക്കുന്നത് സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ തൊട്ടടുത്താണ്. എപ്പോഴും നമ്മളെല്ലാ സൺഡേയിലും പള്ളിയിൽ പോവുകയും കാറ്റസിസത്തിന് പോവുകയും ആ ഒരു കൾച്ചറിൽ വളർന്നുകൊണ്ട് നമുക്ക് ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു സൗദി അറേബ്യയിൽ നമുക്ക് പ്രാർത്ഥനയോ മറ്റു കാര്യങ്ങളോ ചെന്നാൽ അന്ന് പോലീസ് പിടിക്കുകയോ ചെയ്തത്. എന്നിരുന്നാലും പെന്തക്കോസ്തുകാർ കാണാതെ ടെറസിൻ്റെ മുകളിലും അവിടെയെല്ലാം പോയി ബൈബിൾ വായിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അവരെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. പലരെയും പിടിക്കുകയും പലരെയും എക്സിറ്റ് അടിച്ച് പറഞ്ഞു വിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ അറാംകോ എന്ന് പറയുന്ന ഒരു ഒരു വലിയ കമ്പനിയാണ്, അറബിയിൽ വലിയൊരു കമ്പനി. ആ കമ്പനിയിൽ കുർബാന നടത്തുന്നുണ്ട്. ആ സൺഡേയിൽ ഈ സായിപ്പന്മാർ ബൈബിൾ കൊണ്ടുവരികയും പലർക്കും കൊടുക്കുകയും പിന്നെ അവർ കുർബാന നടത്തുകയും ഇത് നമ്മൾ അവിടുത്തെ ക്യാൻറ്റീനിൽ നമ്മൾ സെയിൽസിന് ചെല്ലുകയും അത് പലരും പറയുകയും കേൾക്കുകയും ചെയ്ത് നമ്മളവിടെ പോയി 1-2 പ്രാവശ്യം, ഒരുപാട് പേരെയൊന്നും അവിടെ കയറ്റത്തില്ല, അവരുമായിട്ട് സൗഹൃദം സമ്പാദിച്ച് ഞങ്ങൾ 1-2 മാസമൊക്കെ പങ്കെടുക്കുകയും ചെയ്യും. വളരെ പേടിയാണ് ഇത്. നമ്മൾ കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ ബലക്കുകയൊക്കെ ചെയ്യില്ല, വേണ്ടാത്ത കാര്യം ചെയ്യരുത്, ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി നാട്ടിൽ പോകാൻ നോക്കൂ, ഇതിന് പുറകിലൊന്നും പോകരുത്. അങ്ങനെ നമുക്ക് ഒരു ബൈബിള് ഞങ്ങൾ അവിടെ നിന്ന് സംഘടിപ്പിക്കുകയും ഞങ്ങൾ അത് വളരെ സൂക്ഷിച്ചും പേടിയോടുകൂടിയാണ് വെക്കുന്നത്. അത് അങ്ങനൊരു മുസ്ലിം രാജ്യത്ത് നമ്മൾ വളരെ പേടിച്ചാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ റൂമിലിരുന്ന് ബൈബിൾ വായിക്കുന്ന വളരെ സൂക്ഷിച്ചും ഒളിച്ചുമൊക്കെ ഇരുന്നാണ് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. കൂടെയുള്ളവരിൽ ഭൂരിഭാഗം ആൾക്കാരും ഈജിപ്ഷ്യനായാലും മുസ്ലിങ്ങളാണ്. അവർക്ക് ഇത് വായിക്കുമ്പോൾ നമുക്ക് ഭയമാണ് അവിടെ പ്രാർത്ഥിക്കാനൊക്കെ. എന്നിരുന്നാലും നമ്മൾ ഉള്ളുരുകി രാത്രി പ്രാർത്ഥിക്കുക. ഒരുപാട് പ്രശ്നങ്ങളോടുകൂടിയൊക്കെ ആയിരിക്കും നമ്മൾ വൈകിട്ട് വന്ന് കിടക്കുകയൊക്കെ ചെയ്യുന്നത്. ആകെ ഒരു ആശ്രയം നമ്മൾ ദൈവത്തെ വിളിക്കുന്നുണ്ട്. അത് നമ്മൾ 2 നന്മ നിറഞ്ഞ പറയുമ്പോൾ പഠിക്കുകയോ എന്തെങ്കിലും അത് ഒളിച്ചിരുന്ന് ചെയ്തിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. ആത്മീയമായിട്ട് അവിടെ നമുക്ക് ഒരു സ്വാതന്ത്ര്യവും നമുക്കവിടെ കിട്ടത്തില്ല സൗദി അറേബ്യയിൽ. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഇന്ന് അതുപോലല്ല. ഇന്ന് എൻ്റെ അനിയൻ 30 വർഷം കൊണ്ട് സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാ സൺഡേയിലും, ഇപ്പോൾ എല്ലാം മാറി മറിഞ്ഞു. ഇപ്പോൾ എല്ലാ സൺഡേയിലും അവർ മാസിന് പോവുകയും പലപ്പോഴും സൺഡേ വിളിക്കുമ്പോൾ അവർ സൺഡേ പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യുകയൊക്കെ ഉണ്ട്. അതുപോലല്ല അന്നത്തെ കാലത്ത് ഭയമാണ്. നമ്മൾ പിന്നെ ബൈബിളിൻ്റെ കാര്യം സംസാരിക്കാനും ജാതിപരമായ കാര്യങ്ങൾ സംസാരിക്കാനും വളരെ ഭയത്തിലാണ് സൗദി അറേബ്യയിൽ ജോലി ചെയ്തത്. സൗദി അറേബ്യയിലാണ് ഞാൻ 2 വർഷത്തെ എഗ്രിമെൻറ്റിനാണ് പോവുകയത്. 2 വർഷത്തെ എഗ്രിമെൻറ്റ് കഴിഞ്ഞ് തിരിച്ച് നമ്മൾക്കൊരു 35 ദിവസത്തെ ലീവേ നമുക്ക് തരത്തുള്ളൂ. അത് നമ്മുടെ പാസ്പോർട്ടിൽ അടിച്ചാണ് തരുന്നത്. അന്ന് കറക്റ്റ് 35 ദിവസം. എനിക്ക് 2 വർഷത്തിൽ 35 ദിവസം വളരെ ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാവുകയും ആ 2 വർഷത്തിന് ശേഷം ഞാൻ വീട്ടിൽ വന്ന് വീണ്ടും തിരിച്ചു പോകാതെ ഞാൻ ഗൾഫിലോട്ടുള്ള പരിപാടിയെ നിർത്തുകയും ചെയ്തു. അതിന് ഈ ലീവിൻ്റെ ബുദ്ധിമുട്ട് കാരണം തിരിച്ച് ഞാൻ വീണ്ടും സൗദി അറേബ്യ പോയില്ല. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കുറേ കാശും ഫാദർ അന്ന് റെയിൽവേയിൽ നിന്ന് റിട്ടയറായി വരികയെല്ലാം ചെയ്തതിന് ശേഷം നാട്ടിൽ എന്തെങ്കിലും ചെയ്ത് ജീവിക്കാമെന്നുള്ളൊരു രീതിയിലാണ് മുന്നോട്ട് പോയി കുറേ വർഷങ്ങൾ പിന്നെ നാട്ടിൽ ജീവിക്കുകയും അതിനുശേഷം കല്യാണം കഴിച്ച് പിള്ളേരെല്ലാം വീണ്ടും എനിക്ക് ഗൾഫിൽ പോകണമെന്ന് തോന്നുകയും വീണ്ടും അത് എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം ഒരു കുവൈറ്റിൽ ഞാൻ പോവുകയും ചെയ്തു. കുവൈറ്റിൽ ഒരു ഓയിൽ കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടുകയും കുവൈറ്റിൽ പോവുകയും ചെയ്തു. അത് ഒരു സാമാന്യം ഭേദപ്പെട്ട നല്ലൊരു ജോലിയാണ് എനിക്ക് കിട്ടിയത്. സൗദി അറേബ്യയിൽക്കാലം ഇച്ചിരിയും കൂടി ഫ്രീഡമുള്ള ഒരു രാജ്യമായിട്ടാണ് കുവൈറ്റ് എനിക്ക് തോന്നിയത്. അവിടെ ചെറിയ രീതിയിൽ അന്ന് വർഷം 4-5 കഴിയുകയൊക്കെ ചെയ്തുകൊണ്ട് വളരെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോവുകയും പ്രാർത്ഥിക്കുകയും കൂട്ടായ്മകളിലൊക്കെ പങ്കെടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. എൻ്റെ ഒരു റിലേറ്റീവ്സ് അവിടെ താമസിക്കുന്നുണ്ട്, ഫാമിലിയായിട്ട് താമസിക്കുന്നു. അവർ കുവൈറ്റ് ടൈംസ് എന്നൊരു പേപ്പറിൽ ഒരു അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അവരുടെ ഒരു കൂട്ടായ്മയിൽ എപ്പോഴും എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച അവരുടെ വീടുകളിൽ വെച്ച് ഓരോ വീടുകളിൽ കൂട്ടായ്മ ഉണ്ടാവുകയും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥനയും എല്ലാം ഉണ്ട്. അതിനെല്ലാം ഞാൻ വെള്ളിയാഴ്ചകളിൽ പങ്കെടുക്കുകയും വളരെ സൗദിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് അവിടെ ഒരും കൂടി ആയിട്ടാണ് കുവൈറ്റിൽ തോന്നിയത്. കുവൈറ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോഴേക്കും ഞാൻ കല്യാണം കഴിച്ചിരുന്നു. എൻ്റെ ഒരു ഫാദറിൻ്റെ സിസ്റ്ററാണ് ആ കുവൈറ്റ് ടൈംസിൽ വർക്ക് ചെയ്തത്. അവർക്ക് അവരുടെ വർഷങ്ങളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഒരുപാട് കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരൊരു സമൂഹമായിട്ട് അവരൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ എല്ലാ ആഴ്ചയും നടത്തുകയായിരുന്നു. അതിലെല്ലാ ആഴ്ചയും ഞാൻ പോവുകയും ആ സൺഡേയിൽ പോയി പ്രാർത്ഥിക്കുകയും കാര്യങ്ങളെല്ലാം പങ്കെടുക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. അന്ന് വളരെ ഒരു സന്തോഷമൊക്കെ അന്ന് കുവൈറ്റ് സൗദി അറേബ്യയെക്കാളും സന്തോഷം അവിടെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അറബ് രാജ്യത്തിൽ നമുക്ക് ഈ ഇന്ത്യയിൽ കിട്ടുന്ന അത്തരം ഒരു ഫ്രീഡം ആത്മീയതയ്ക്ക് ഉണ്ടായിട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
എൻ്റെ കല്യാണം 1993 നടന്നത്. ഞങ്ങൾ എൻ്റെ ഒരു അറേഞ്ച്ഡ് മാരേജാണ്. എനിക്ക് 2 പിള്ളേരുണ്ട്. ഒരു മോന് ഇപ്പോൾ പഠിച്ച് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് സൗത്ത് ആഫ്രിക്കയിൽ വർക്ക് ചെയ്യുന്നു. മോള് PWCയിൽ വർക്ക് ചെയ്യുന്നു. എല്ലാവരും എൻ്റെ വീട്ടിലെ പ്രാർത്ഥനയും എൻ്റെ വൈഫ് ഒരു മാതാഭക്തയാണ്. ഇപ്പോഴും ഓഗസ്റ്റ് മാസത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും രാവിലെ 6:30-ക്കുള്ള മാസിൽ മുടങ്ങാതെ ഇവിടെ നിന്ന് പോവുകയും മാതാവിനോടുള്ള ഞങ്ങൾ പ്രാർത്ഥിച്ച് നേടിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾ പല കാര്യങ്ങളും ഈ പ്രാർത്ഥനയിൽ കൂടി നേടിയെടുത്തിട്ടുണ്ട്. ഞങ്ങൾ മനസ്സറിഞ്ഞ് വെച്ച് കാര്യങ്ങൾ അത് ഞങ്ങൾക്ക് മാതാവ് സാധിച്ചു തരുകയില്ല. ഇപ്പോൾ ഈ പോകുന്ന ഇൻ്റർവ്യൂ നടക്കുമ്പോൾ തന്നെ മാതാവിൻ്റെ മാസം നടന്നുകൊണ്ടിരിക്കുന്ന മാസം. ഞാൻ പിന്നെ മൂന്നാമത്തെ രാജ്യമായ അബുദാബിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അബുദാബിയിൽ വർക്ക് ചെയ്തത് എൻ്റെ ഒരു അമ്മാച്ചൻ്റെ സ്വന്തം ബിസിനസ്സിലാണ്. ഒരു കണ്ടിന്യൂസ് ഒരു 12 വർഷം അമ്മാച്ചൻ്റെ കൂടെ നിന്ന് അവിടെ അബുദാബിയിൽ നമ്മൾ ഇന്ത്യയിലെ പോലെ തന്നെ എല്ലാ സൺഡേയിലും മാസമുണ്ട്. എല്ലാം കറക്റ്റായിട്ട് ഞാനും എൻ്റെ അമ്മാച്ചനും പള്ളിയിൽ പോവുകയും മാസ് അറ്റൻഡ് ചെയ്യുകയും ഒരു നല്ല ഒരു അബുദാബിയിലെ ജീവിതം ഒരു ഇന്ത്യയിലെ പോലെ തന്നെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു നല്ല ജീവിതമായിരുന്നു അബുദാബിയിൽ ലഭിച്ചത്. എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് എനിക്ക് എല്ലാ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്തപ്പോഴും എനിക്ക് ആദ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായെങ്കിലും പ്രവാസ ജീവിതം കൊണ്ട് നമ്മൾ ദൈവത്തെ വിളിക്കുന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ പ്രവാസ ജീവിതം കൊണ്ട് എൻ്റെ 2 പിള്ളേരെ പഠിപ്പിക്കുകയും എൻ്റെ ഒരു മോൻ എഞ്ചിനീയറായി മലാവി സൗത്ത് ആഫ്രിക്കയിൽ വർക്ക് ചെയ്യും, മോള് PWC വർക്ക്. ഇതെല്ലാം എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഭാര്യയുടെയും ഞങ്ങൾ ഡെയിലിയുള്ള കൊന്തപടിയും പ്രാർത്ഥനയുടെ ഫലമായാണ് ഇതെല്ലാം എനിക്ക് മാതാവ് നേടിത്തന്നിട്ടുള്ളത്. പ്രവാസി ജീവിതത്തിലായാലും എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും എന്തെല്ലാം പ്രശ്നങ്ങളും വന്നാലും നമ്മൾ ദൈവത്തെ വിളിക്കുകയും വളരെ ആത്മീയമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിന്ന് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്.